ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എന്നും പറയും പോലെ പറയണ്ടെന്ന് വിചാരിച്ചു. കാരണം എന്താ വെച്ചാൽ കാരണം നമ്മൾ എന്ത് പറഞ്ഞാലും അതിന് വിപരീതമായിട്ട് അത് ഏറ്റെടുത്തിട്ട് അതിന് കൊട്ടി ആഘോഷിക്കുന്ന കുറച്ച് ടീം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. പുതുതായിട്ട് ചാനൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓൾ എന്ന ഓപ്ഷന് ഒന്ന് ടിക്ക് ചെയ്തിട്ട് എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഒരാഴ്ചയായിട്ട് നമ്മളെ ഒരുപാട് എന്താ പറയുക ഹറാസ് ചെയ്യുന്നുണ്ട് കുറച്ചാൾ. കുറച്ച് എന്ന് പറയുമ്പോൾ ഒരു 2-3 ടീം എന്താ പറയുക ഒരാഴ്ചയായിട്ട് കണ്ടിന്യൂ ആയിട്ട് നമ്മളെ വീഡിയോ എടുത്തിട്ട് നമ്മളെ വല്ലാതെ ഹറാസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഭീഷണി നമ്മളെ ചാനലിൻ്റെ അടിയിൽ വന്നിട്ട് നമുക്ക് ഒരുപാട് കമൻറ്റുകൾ നമ്മളെ എന്താ പറയുക നമുക്ക് വെറുപ്പിക്കുന്ന രീതിയിൽ നമ്മളെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ നമ്മളെ വീഡിയോൻ്റെ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഭീഷണി ഗുണ്ടായിസം എന്നൊക്കെ പറയാമല്ലേ, പെൺഗുണ്ടായിസം തന്നെ പറയാം. കാരണം പെണ്ണുങ്ങൾ തന്നെ ശത്രുക്കൾ എന്ന് പറയുന്നുണ്ടല്ലോ, അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാനെന്ന് വെച്ചാൽ ഒരാളെക്കെതിരെയും ഒരു വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. എൻ്റെ കണ്ടൻറ്റ് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എൻ്റെ വീട്ടിലുള്ളത് എൻ്റെ മക്കളതും മാത്രമേ ഞാൻ എൻ്റെ വീഡിയോയിൽ കണ്ടൻറ്റായിട്ട് ഇടുന്നുള്ളൂ. പക്ഷേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോക്ക് പിന്നെ അവർ അതിൻ്റെ വിപരീതമായിട്ട് വീഡിയോ ചെയ്യുക. ഓക്കെ, അവർ ചെയ്തോട്ടെ, കുഴപ്പമില്ല. കാരണം അവർക്ക് കണ്ടൻറ്റ് ഇല്ലാത്തതുകൊണ്ടാണല്ലോ നമ്മളെ വീഡിയോ എടുത്ത് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കതിൽ പരാതിയില്ല. പക്ഷേ അസഭ്യമായ വാക്കുകൾ കമൻ്റായിട്ട് നമ്മളെ വീഡിയോൻ്റെ താഴെ ഇവർ കുറച്ച് ടീമുണ്ട്. ആ ടീമാണ് പിന്നെ ഈ കമൻ്റ് ഇടുന്നത്. അപ്പോൾ എൻ്റെ ചാനലിൽ കയറിയിട്ട് എൻ്റെ വീഡിയോക്ക് അതേപോലത്തെ കമൻ്റ് ഇടുമ്പോൾ ചില ടൈം പ്രതികരിക്കേണ്ട ഒരു സാഹചര്യമാണെങ്കിൽ ഞാൻ അതിന് പ്രതികരിച്ചിട്ട് ഒരു കമൻറ്റ് തിരിച്ച് റിപ്ലൈ അവർക്ക് കൊടുക്കാറുണ്ട്. കാരണം ഇടുമ്പോൾ കേട്ടോ, അല്ലാതെ നമ്മൾ അവരെ വീഡിയോ അവരെ ചാനലിൽ പോയി കാണേ അതിന് ഇതാക്കി ഒന്നും ചെയ്യല്ല. ഞാൻ ഈ പറയുന്ന ആൾക്കാരെ ചാനലൊന്നും കാണലേ ഇല്ല. പിന്നെ അവർ നമ്മളെ വീഡിയോക്ക് കമൻ്റ് ഇടുമ്പോൾ ആ കമൻറ്റിന് റിപ്ലൈ കൊടുക്കുമ്പോൾ നമ്മൾ ഓരോ കമൻ്റ് ഒന്ന് ജസ്റ്റ് നോക്കുക എന്നല്ലാതെ ഞാൻ ഓരോ വീഡിയോ ഉള്ളതാണെങ്കിൽ പഠിച്ചാണെങ്കിൽ സത്യം കാണില്ല. കാരണം നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ അവരൊന്നും നമ്മളെ സബ്സ്ക്രൈബും അല്ല. പിന്നെ എന്താ പറയുക, നമുക്കെതിരെ ശത്രുക്കളായിട്ട് നമ്മളെ പ്രഖ്യാപിക്കുന്ന കുറച്ച് പെൺഗുണ്ടൈസം കാണിക്കുന്ന കുറച്ച് പെണ്ണുങ്ങൾ. അതിൽ ഒരുത്തിയാണെങ്കിൽ മുഖം പോലും കാണിക്കാതെയാണ് ഓളെ ഗുണ്ടായിസം. അവളെ മുഖം ഓളെ ചാനലിൽ വ്യക്തമാക്കുന്നില്ല. പക്ഷെങ്കിലോ പിന്നെ പുട്ടിയടിച്ച താത്താന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ എന്നെ ട്രോളുന്നത്. എനിക്ക് ട്രോളുന്നതിനൊന്നും ഒരു പരാതിയുമില്ല. എന്താ പറയുക, നമുക്ക് പരാതിയില്ല ട്രോളുന്നതിനൊന്നും. പക്ഷേങ്കിൽ നമ്മളവരെ പേടിക്കുക എന്ന് പറഞ്ഞാൽ എന്തിനാ അവരെ പേടിക്കുന്നത്? നമ്മളെ കണ്ടൻറ് എടുത്ത് അവർ വീഡിയോ ചെയ്യുമ്പോൾ അവരല്ലേ നമ്മളെ പേടിക്കേണ്ടത്. കാരണം അവരെ വീഡിയോ എടുത്ത് നമ്മൾ കണ്ടൻറ് പോലും ചെയ്യുന്നില്ല. ഒരുമാതിരി എന്താ പറയുക, സത്യം പറഞ്ഞാൽ ആണുങ്ങളെ കൊണ്ട് പോലും ഇത്ര ശല്യം ബുദ്ധിമുട്ടും ഞമ്മക്കില്ല. പെണ്ണുങ്ങൾ തന്നെയാണ് ശല്യമായിട്ട് വരുന്നത്. അല്ലാതെ എന്താ പറയുക, ഗുണ്ടായിസം എന്ന് പറഞ്ഞാൽ തനി ഗുണ്ടായിസാണ് അവർ കാണിക്കുന്നത്. പക്ഷേ അവരെന്താ നേടുന്നത് എനിക്ക് മനസ്സിലാവുന്നത് ഈ ഗുണ്ടായിസം കാണിച്ചിട്ട്. കാരണം നമ്മൾ ഇല്ലായ്മ പാടി നമ്മൾ വാങ്ങുന്നു എന്ന് അവർ പറയുന്നുണ്ട്. അവർക്ക് ഇല്ലായ്മയാണ് എന്ന് അവർ വിളിച്ച് പറയുന്നുണ്ട്. പക്ഷെ ആരും അവർക്കൊന്നും കൊടുക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? സ്വഭാവം നല്ലതല്ലാത്തതുകൊണ്ടാണ്. ഒരു മനുഷ്യനും ഉപകാരം ചെയ്യാത്തത്. അല്ലാതെ പിന്നെ അവരെ ചാനൽ കൂടെ അവർ ഈ ചാനൽ തുടങ്ങുന്നത് എന്തിനാണ്? ആരും ചാനൽ തുടങ്ങുന്നത് നന്നാവാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ. കാരണം നമുക്ക് ഇതിൽ നിന്നൊരു ഇൻകം പ്രതീക്ഷിച്ചിട്ടാണ് എല്ലാവരും ചാനൽ തുടങ്ങുന്നത്. അല്ലാതെ പിന്നെ എന്താ പറയുക, വേറെ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. ഇപ്പം ഏത് രീതിയിൽ കൂടെ കൈ നീട്ടുന്നതെന്ന് പറഞ്ഞാലും ഇനിയിപ്പോൾ അവർ കൈ നീട്ടാതെ വാങ്ങാമെന്ന് വിചാരിച്ചാലും എന്താ പറയുക, നമ്മളെ ആവശ്യങ്ങൾ പറഞ്ഞിട്ട് ജനങ്ങൾ തരുന്നതും ആവശ്യങ്ങൾ എനിക്ക് ഇന്നതൊക്കെ ഉണ്ട് ആരും നടത്തി തരുന്നില്ല എന്ന് പറഞ്ഞങ്ങനെ അതിന് അസൂയപ്പെട്ട് കുത്തിരുന്നിട്ടൊന്നും കാര്യമില്ല. കാരണം ഈ വീഡിയോ ചെയ്യുന്ന വ്യക്തികൾ പറയുന്നുണ്ട് അവരുടെ ഇല്ലായ്മകൾ, അവരെ കുറവുകൾ, അവരെ പ്രാരാബ്ദങ്ങൾ, അവരെ മക്കൾ ഇത്ര ഉണ്ട് അത്ര ഉണ്ട് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ ഒരു ഉറുപ്പ്യ പോലും ആരും സഹായിച്ചതായിട്ട് പറയുന്നത് കേട്ടിട്ടില്ല. അത് അവരുടെ സ്വഭാവ മഹിമ കൊണ്ട് തന്നെയാണ് അവരാരും സഹായിക്കാത്തത്. നമ്മളതെന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും എൻ്റെ വിഷമവും കാര്യങ്ങളും പറഞ്ഞ് നിങ്ങളെ മുന്നിലേക്ക് വന്നിട്ടുള്ളൂ. അന്ന് മുതൽ ആൾക്കാർ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ജനങ്ങൾക്കറിയാം. നമ്മളിവിടെ തെറ്റ് ചെയ്യുന്നില്ലല്ലോ, ഒരു തെറ്റും ഞാൻ ചെയ്യുന്നില്ല. ഞാൻ എൻ്റെതായ കണ്ടൻറ്റ് എൻ്റെതായ കാര്യങ്ങൾ മാത്രമേ വീഡിയോയിൽ ചെയ്യുകയും ചെയ്യുന്നുള്ളൂ. പിന്നെ കുത്തി ദ്രോഹിക്കാൻ ശ്രമിക്കുന്നവർ നിങ്ങളെ കൊണ്ടാവുന്നിടത്തോളം നിങ്ങൾ ദ്രോഹിച്ചോളൂ, നമുക്കതിൽ പരാതിയില്ല.
കാരണം നിങ്ങളെ അടിയിൽ കമൻറ്റുമായിട്ട് വരുന്ന നിങ്ങളെ കുറച്ച് ടീം മാത്രമേ വരുന്നുള്ളൂ, വേറെ ആരും വരുന്നില്ല. ഡെയിലി ഈ കമൻറ്റ് ഇടുന്ന ആൾക്കാർ തന്നെ ഈ വീഡിയോയിൽ കമൻറ്റുമായിട്ട് ബാഡ് കമൻറ്റായിട്ട് തെറി പറഞ്ഞ് വരുന്നുള്ളൂ. പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ തെറി പറഞ്ഞ് വരുന്നത്? ഞാൻ നിങ്ങളെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുപോകുന്നോ? അല്ലെ നിങ്ങളത് എന്തെങ്കിലും എടുത്ത് ഞാൻ ചാനലിടുന്നുണ്ടോ? അല്ലെ നിങ്ങളെ എന്തെങ്കിലും എൻ്റെ വീഡിയോയിൽ നിങ്ങളത് എന്തെങ്കിലും പരാമർശിക്കുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ലല്ലോ. നിങ്ങളെ പേര് പോലും ഞാൻ എൻ്റെ ചാനലിൽ പറയുന്നില്ല. അതെന്തുകൊണ്ടാണ്? നിങ്ങൾ നമ്മളെ ഫോട്ടോ, നമ്മളെ ഫാമിലി ഫോട്ടോ എല്ലാം നിങ്ങളെടുത്തെങ്ങാൻ നിങ്ങൾ വീഡിയോ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? ഒന്നും കിട്ടുന്നില്ല. കുറച്ച് അള്ളാൻ്റെ അടുത്തുനിന്ന് മലക്കൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പറയുമ്പോൾ കിട്ടുന്നുണ്ട്. അല്ലാതെ വേറെ എന്താ നിങ്ങൾക്ക് കിട്ടുന്നത്? വ്യൂസ് കൂടുന്നുണ്ടോ? അല്ലെ സബ്സ്ക്രൈബ് കൂടുന്നുണ്ടോ? നമ്മളെ കുറ്റം പറഞ്ഞ് നമ്മളെ താത്തി കെട്ടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് അതാണോ? അതാണെങ്കിൽ നിങ്ങൾ അതാണോ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളത് ചെയ്തോളൂ, പരാതിയില്ല. പക്ഷേ നമ്മളെ ഫാമിലിയിൽ എല്ലാവരെയും എടുത്തിട്ട് ഞാൻ തെറി പറയണ്ട, തൻ്റെ ഇടമില്ലാത്തവനെന്നൊക്കെ പറഞ്ഞ് ഞാൻ കമൻറ്റ് വരുന്നുണ്ട്. ഏത് കിട്ടിയവന്മാർ തൻ്റെ ഇടല്ലേ, ആണാണോ എടുത്തനാണോ എന്നൊക്കെ. ഓനാണാണോ എന്ന് തെളിയിക്കേണ്ട ആവശ്യം നിൻ്റെ അടുത്ത് എനിക്കില്ല. എൻ്റെ അടുത്ത് തെളിയിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് തെളിയിച്ചോട്ടെ, നിൻ്റെ അടുത്ത് വന്ന് തെളിയിക്കണ്ടല്ലോ. അപ്പോൾ ദയവ് ചെയ്തിട്ട് ഗുണ്ടായിസം ഭീഷണിയായിട്ട് വീഡിയോയിലേക്ക് കമൻറ്റ് അപ്പോൾ ദയവ് ചെയ്ത് ഗുണ്ടായിസം ഭീഷണിയായിട്ട് ചാനലിലേക്ക് മക്കളെ കയറണ്ട. നിങ്ങൾക്ക് പറ്റുന്നത് ചെയ്ത് പണിയെടുത്ത് ജീവിച്ചോളാം. നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേടി എന്ന് ചോദിച്ച് വരുന്നുണ്ട് കുറച്ച് ടീം. എൻ്റെ പണി ഇതാണ്. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എൻ്റെ ഒരു പണിയായിട്ട് തന്നെ ഞാൻ കാണുന്നത്. കാരണം എനിക്കിപ്പോൾ എൻ്റെ ഈ പിഞ്ചു മക്കളെ വെച്ചിട്ട് പണിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു പണിക്ക് ഇറങ്ങിയത്. അപ്പോൾ നീ എന്നെ പണിക്ക് പറഞ്ഞേക്കാനായിട്ട് അവിടെ കുത്തിരുന്ന് മെനക്കെടണ്ട. കാരണം ഇത് നല്ലൊരു അധ്വാനമുള്ള പണിയാണ്. നീ കമൻ്റ് ഇടാൻ മാത്രമല്ല മെനക്കെടുന്നുള്ളൂ. നീ കമൻ്റ് ഇടുമ്പോൾ ആ വീഡിയോ ചെയ്യുന്ന ആൾക്കാരോട് ചോദിക്കുക എത്രത്തോളം കഷ്ടപ്പാട് അവർക്ക് ആ വീഡിയോ ചെയ്യുമ്പോണ്ട്. നമ്മളൊക്കെ ചാനലിൽ കയറിയിട്ട് ഓരോരോ വീഡിയോയും എടുത്ത് കുത്തി തിരികെ ഞാൻ നോക്കിയിട്ട് അതിനെതിരായിട്ടൊരു വീഡിയോ അവർ ചെയ്യണമെങ്കിൽ അവർ എത്രത്തോളം റിസ്ക് എടുക്കണമെന്ന് നിങ്ങൾ ഈ കമൻ്റ് ഇടുമ്പോൾ അവരോടൊന്ന് ചോദിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. ഇനിയിപ്പോൾ ഒരു ചോറ് കഴിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഒരു കൈ അനങ്ങണം, അതേപോലെ വായയും തുറക്കണം, എന്നാലേ അതങ്ങോട്ട് പള്ളയിലേക്ക് എത്തുള്ളൂ. അല്ലാണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്കത് പിന്നെ വയറ്റിലേക്ക് എത്തുന്നില്ല. കാരണം ഇങ്ങനെ പൊന്തിക്കണം, അങ്ങനെ വാന്ന് തുറക്കുകയും വേണം. കഷ്ടപ്പാടുണ്ട് അതിനൊക്കെ തന്നെ. ഒരു മേലനങ്ങാതെ പണിയെടുക്കുക എന്നൊക്കെ പറയല്ലേ, അതപ്പോൾ നിങ്ങൾ കുത്തിരുന്ന് ചെയ്യുന്നത്. കാരണം ഒരു ഫോണും കൊണ്ട് അവിടെ മൂലയിൽ പോയി ഇരുന്ന് ഞാൻ നമ്മളിടുന്ന വീഡിയോയ്ക്ക് കമൻ്റ് ഇട്ടിട്ട് അതിന് ബാഡ് കമൻറ്റ് കുത്തിയിരുന്ന് നിങ്ങൾ എഴുതുന്നുണ്ടല്ലോ, അത് നിങ്ങൾക്ക് വലിയ മേലനങ്ങാത്ത പണിയായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്. അങ്ങനെ മേലനങ്ങാതെ തിന്ന് പിന്നെ എന്താ പറയുക പല്ല് കുത്തി നാറ്റിക്കുന്ന സ്വഭാവം നിങ്ങൾ ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് ആ മൂലയിൽ ഇരിക്കേണ്ടി വരുന്നത്. സ്വന്തമായിട്ടൊരു വീഡിയോയും കണ്ടൻറ്റും ചെയ്ത് നോക്ക്, കഷ്ടപ്പാടുണ്ടോയെന്നറിയാം. എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ കുത്തിരുന്ന് ഓരോരുത്തർ കമൻറ്റുമായിട്ട് വരുന്നത്. നമ്മളവരെ കുടുംബത്തിൽ നിന്നെങ്ങാനും എടുത്തെങ്ങാനും വീഡിയോ ചെയ്യുന്ന മാതിരിയാണ് അവർ വീഡിയോ ചെയ്യുന്നത്. നാണം കെട്ട വർഗം. എൻ്റെ ചാനലിൽ കയറിയിട്ട് എന്നെ ഗുണ്ടായിസം കാട്ടി പേടിപ്പിക്കാൻ നോക്കണ്ട. അങ്ങനെ പേടിച്ച് പോകുന്ന ആളൊന്നുമല്ല കേട്ടോ. നിങ്ങളെ പിന്നെ 4 കമൻറ്റും 4 ഭീഷണീൻ്റെ ഇതും കണ്ടാലൊന്നും നമ്മൾ പേടിക്കൂല. ഓക്കെ, ഇനിയിപ്പോൾ അത്രയ്ക്കും പിന്നെ പേടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് സ്ഥലവും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. വീട്ടിലേക്ക് അത്ര ധൈര്യമുള്ള ആർക്കാണെങ്കിൽ വീട്ടിലേക്ക് കയറി വരും. ഇനി അതല്ല നിങ്ങൾ പറയും എങ്ങോട്ടാണ് വരേണ്ടത്, നമ്മൾ അങ്ങോട്ട് വരാം. അത്രയ്ക്ക് പേടിപ്പിക്കാൻ പറ്റുന്ന കൂട്ടത്തിലുള്ളവരാണെങ്കിൽ നേരെ പറയും. അല്ലാണ്ട് 4 ആൾക്കാർ കാണാൻ അസഭ്യം വിളിച്ച് പറഞ്ഞിട്ടല്ല വീഡിയോ ചെയ്യൽ. പിന്നെ എന്താ പറയുക, നമ്മളെ വീട്ടിലെ കുടുംബത്തിലുള്ള ആണുങ്ങളെ ഒന്നും വിളിച്ച് തൻ്റെ ഇടം ഉണ്ടോ ഇല്ലയെന്നൊന്നും കാണിക്കണ്ട. ആണുങ്ങൾക്ക് തൻ്റെ ഇടം ഉണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ വീട്ടിൽ ഓരോന്ന് ഇരിക്കുന്നുണ്ട്. നിങ്ങളെ വീട്ടിലൊക്കെ അത് ആണുങ്ങൾക്ക് തൻ്റെ ഇടം ഉണ്ടായിട്ട് ഓരോന്ന് ഇരിക്കുന്നത് കേട്ടോ. അതെല്ലാ വീട്ടിലും അങ്ങനെ തന്നെ ആണെന്ന് അങ്ങ് ചിന്തിച്ചാൽ മതി. പച്ചയ്ക്ക് ഇപ്പോൾ പറയണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഗുണ്ടായിസവും പേടിപ്പിക്കലൊന്നായിട്ട് ഇങ്ങോട്ട് വരണ്ട. എൻ്റെ വീഡിയോയ്ക്ക് ബാഡ് കമൻറ്റ് ഇടുന്നത് എനിക്ക് പറ്റാത്തതാണെങ്കിൽ ഞാനത് ഒഴിവാക്കും, ചിലപ്പോൾ റിമൂവ് ചെയ്യും, ചിലപ്പോൾ അവരെ ഹൈഡും ചെയ്യും. അതിൻ്റെ ഇഷ്ടം. അത് വിചാരിച്ച് നിങ്ങളെ പേടിച്ചിട്ടല്ല. കാരണം നമ്മുടെ ചാനൽ നല്ല ആൾക്കാർ, ഒരുപാട് ആൾക്കാർ ഫാമിലിയൊക്കെ കാണുന്ന ഒരു ചാനലാണിത്. ഇതിൽ നമ്മൾ മോശമായിട്ടോ അല്ലെങ്കിൽ ഒരു കുത്തിത്തിരിപ്പായിട്ടോ അല്ലെങ്കിൽ ആൾക്കാർക്ക് ദ്രോഹമായിട്ടോ ഒന്നും ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ബാഡ് കമൻ്റ് ആയിട്ട് വരുമ്പോൾ ചിലപ്പോൾ എനിക്ക് പറ്റാത്തതാണെങ്കിൽ ഞാനത് ഒഴിവാക്കും. അത് നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല കേട്ടോ.
അങ്ങനെ പേടിച്ചിട്ട് നമുക്ക് നിങ്ങളത് ഒഴിവാക്കുന്നതല്ല. മാന്യമായിട്ട് വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർ, മാന്യമായിട്ട് മെസ്സേജ് അയക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങളെ വീഡിയോയ്ക്ക് മാന്യമായിട്ട് ഒരു മെസ്സേജ് പോലും കാണാറില്ല. എല്ലാം കുത്തിത്തിരിപ്പിൻ്റെതും അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് പറയുന്നതും അല്ലാതെ നല്ലൊരു കമൻറ്റ് കാണലുണ്ടോ? നീ ചെയ്തത് നന്നായി എന്ന് പറയുന്നത് എന്താ? അത് അത്രയും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നവരാണ് നിനക്ക് ആ മെസ്സേജ് അയക്കുന്നത്. അല്ലാതെ നല്ലൊരു വ്യക്തി വന്നിട്ട് നിൻ്റെ മോളെ നീ എന്താ അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് അറിയാം, നിൻ്റെ സ്വഭാവം പോലെ തന്നെ നിൻ്റെ വീഡിയോ കാണുന്ന നിൻ്റെ ചാനലിലുള്ള ആൾക്കാരുടെ സ്വഭാവം. എനിക്ക് നല്ല ഫാമിലി ആയിട്ടുള്ള ചാനൽ കാണുന്ന ആൾക്കാരുണ്ട്, നല്ല സബ്സ്ക്രൈബർ ഉണ്ട്. എൻ്റെ വീഡിയോ അവർ കണ്ടാൽ മതി. നിങ്ങളെന്തിനാണ് ഇത്ര പറ്റാത്ത നമ്മളെ ചാനലിൽ കയറിയിട്ട് ഇത് ഫുള്ള് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. നമ്മൾ എന്താണ് ഇടുന്നത്, നമ്മളെ കണ്ടൻറ്റ് എന്താണെന്ന് നിങ്ങൾ നോക്കി കാണുന്നുണ്ടല്ലോ. സന്തോഷം. നമുക്ക് ഏതായാലും നിങ്ങളെ ചാനലിൽ കയറി നിങ്ങളെ വീഡിയോ അങ്ങനെ നിങ്ങളെന്താണോ പറയുന്നതെന്ന് ആലോചിച്ചിരിക്കേണ്ട ഇതില്ല. നമുക്കതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങളെ വഴിക്ക് പോവുക, ഞാൻ എൻ്റെ വഴിക്കാണ് പോണത്. അതിന് മുന്നോട്ട് ഭീഷണിയും ഗുണ്ടായുസമായിട്ട് പെൺപട വരണ്ട കേട്ടോ. ഒരു പെൺഗുണ്ടായുസം വന്നേക്ക് കുറേ ഗുണ്ടികൾ. എന്തോന്ന് നമ്മൾ വലിയ പുട്ടി അടിച്ചാന്ന് പറയും, ഗുണ്ടികളെ പുട്ടി കണ്ടാലോ കെടികാൻ പോകും. അത്രയ്ക്കുണ്ട് കോട്ടും സൂട്ടൊക്കെ ഇട്ട് ഒരു ഗുണ്ടി വന്നിട്ട്, വലിയ മക്കനെയും കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിട്ടാണ്. പക്ഷെ അവളെ മുഖം അവൾ കാണിക്കൂല. ഗുണ്ടീൻ്റെ ഒരു മുഖം വ്യക്തമായിട്ടൊരു വീഡിയോയിൽ അവൾ പറയുന്നില്ല. അവൾ ഓരോരുത്തരെ വീഡിയോ എടുത്തിട്ട് അതിന് വോയിസ് ഓവർ കൊടുത്തിട്ടാണ് ആ ഗുണ്ടി വർത്താനം പറയുന്നത്. ഇതിനെക്കാട്ടും വലിയ പേര് അവളെ വിളിക്കണമെന്നുണ്ട്. പിന്നെ നമ്മളെ ചാനൽ നല്ല നല്ല വ്യക്തികൾ കാണുന്നതുകൊണ്ട് എന്തിനാ അത് നമ്മൾ താത്തി കെട്ടുന്നതെന്ന് വിചാരിച്ചിട്ടാണ് പറയാത്തത് കേട്ടോ. അപ്പോൾ ദയവ് ചെയ്തിട്ട് നിൻ്റെ പരാക്രമം നിൻ്റെ വീഡിയോയിൽ നീ കാണിച്ചാൽ മതി. എൻ്റെ ചാനലിൽ കയറി നീ വിളയാടാൻ നിൽക്കണ്ട കേട്ടോ മോളെ. അപ്പോൾ ഇത് ഇതിൻ്റെ വീഡിയോ എടുത്ത് ചെയ്യുന്ന ഗുണ്ടികൾക്കൊക്കെ ഉള്ള മറുപടിയാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും.